ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ഉന്നക്കായൻ്റെ റെസിപ്പി നോക്കിയാലോ. ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതിന് വേണ്ടി ഒരു 3 പഴം നന്നായി വേവിച്ചെടുക്കാം. വേവിച്ച് തൊലി കളഞ്ഞ് മിക്സി ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴുത്ത പഴം ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഉന്നക്കായ ഉണ്ടാക്കണമെങ്കിൽ ഉന്നക്കായൻ്റെ പഴം തന്നെ പറയണം. കാരണം ഒരു ഓവർ പഴുക്കാനും പാടില്ല, ഓവർ പച്ചയും പാടില്ല. അങ്ങനത്തെ ഒരു പഴമായിരിക്കണം. എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് മാറ്റിയേക്കുക. എന്നിട്ട് ചൂടായ ഒരു പാനിലോട്ടേക്ക് കുറച്ച് ആൽമണ്ടും കാഷ്യൂസും റൈസിൻസും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി മാറ്റിയേക്കുക. എന്നിട്ട് സെയിം പാനിലോട്ടേക്ക് തന്നെ 2 മുട്ടയും ഒരു ഏലക്കായും കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് ആ ഒരു പാനിലോട്ടേക്ക് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യില്ലേ, അതേപോലെ തന്നെ. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ മാറ്റി വെച്ച നട്ട്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉന്നക്കായൻ്റെ ഫില്ലിങ് റെഡി. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പഴത്തിൻ്റെ മിക്സ് എടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മളെ മുട്ടൻ്റെ ഫില്ലിങ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ എണ്ണയും കൂടി തടവണം. എന്നാലും നമ്മൾ കറക്റ്റ് ഷേപ്പാക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ചൂടായ ഒരു പാനിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ടൈമിൽ നമുക്ക് വറുത്ത് കോരിയെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റി കോഴിക്കോടൻ സ്റ്റൈൽ ഉന്നക്കായ റെഡി. സോ ഡു ട്രൈ ഇറ്റ്.